ഇയാൾ മരിക്കണ അന്ന് ഒരു പാക്കറ്റ് പാല് വാങ്ങിച്ച് വൈഫിന് കൊണ്ടുവന്ന് ചായ വയ്ക്കാൻ. പെട്ടെന്നാണ് വയ്യാണ്ടായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരിച്ചത്. വൈഫ് ആ പാല് 3-4 മാസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുക. കാരണം ആള് ടച്ച് ചെയ്തതാണത്. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവരെന്താണ്, ഓപ്പോസിറ്റ് ജെൻഡർ എന്താണ്, അവരുടെ ഇമോഷൻസ് എന്താണ്, അവരെങ്ങനെയാണ് നമ്മളോട് പെരുമാറുക, ഏത് സ്റ്റേജിലാണ് നമ്മൾ നോ പറയേണ്ടത്, അസേർട്ടീവ് ആവേണ്ടത്, ഈ ട്രെയിനിങ്ങൾ നമുക്ക് കിട്ടണം. ലോ മൂഡ് ഒരിക്കലും ഡിപ്രഷൻ അല്ല, പക്ഷെ സാഡ്നെസ്സിൽ പോകുമ്പോൾ നമുക്ക് ഹോപ്പ് ഉണ്ടായിരിക്കും. നമുക്ക് പ്രതീക്ഷയുണ്ട്. കാരണം ഇന്ന് വിഷമാണെങ്കിലും നാളെ അത് മാറും. പക്ഷെ ഡിപ്രഷനിൽ പോകുമ്പോൾ ആ പ്രതീക്ഷ ഭയങ്കര കുറവായിരിക്കും. അവർക്ക് ഹോപ്പ് ഉണ്ടായിരിക്കില്ല. ആങ്സൈറ്റി ഈസ് ഹ്യൂമൻ. നമുക്ക് എല്ലാവർക്കും ആങ്സൈറ്റി വേണം, ടെൻഷൻ വേണം. കുറച്ച് ടെൻഷൻ ഇല്ലെങ്കിൽ നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കില്ലല്ലോ. അതല്ലെങ്കിൽ ഒരു കാര്യം തീർക്കണം, പ്രോബ്ലം സോൾവ് ചെയ്യണം, അതൊക്കെ നമുക്ക് ജനറലി നമ്മുടെ കൂടെ വേണ്ട കാര്യങ്ങളാണ്. അതൊന്നും മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് അല്ല. ഏറ്റവും കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണ സെലിബ്രിറ്റി ആരാന്നറിയോ? മോഹൻലാലാണ്. വിഷ്വൽ ബോർഡ് എന്ന് പറഞ്ഞാൽ 100% അത് നമ്മുടെ ലൈഫിൽ വർക്ക് ചെയ്യും. ആലിയ ഭട്ടിനെ വൈഫായിട്ട് കിട്ടണം. വിഷൻ ബോർഡിൽ വന്നിട്ടുള്ള വിഷനാണ്. അതുപോലെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. ഇറ്റ്സ് ലൈക്ക് എ കമ്പ്യൂട്ടർ. നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഫീഡ് അത് കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് അത് അട്രാക്ട് ചെയ്യാനും വർക്ക് ചെയ്യാനും തുടങ്ങും. ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ ജീവിതം നശിപ്പിച്ചിട്ടുള്ള, തകർത്തിട്ടുള്ള ഒരു കാര്യമാണ് ബ്രേക്കപ്പ്.